കഴിഞ്ഞ ദിവസം ഒരു വൈകുന്നേരം ഞാൻ എന്റെ സുഹൃത്തിന്റെ മെഡിക്കൽ ഷോപ്പിൽ അവനെ കാണാൻ വേണ്ടിട്ട് ചെല്ലുന്ന സമയമാണ്. അന്നേരം ആ ഷോപ്പിൽ ഒരു വലിയ തർക്കം നടക്കുകയാണ്. എന്റെ സുഹൃത്ത് മെഡിക്കൽ ഷോപ്പിന്റെ ഓണറും അവിടുത്തെ തന്നെ ഒരു ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ഒരു ചേട്ടനും കൂടെയാണ് സംസാരം, വാക്ക് തർക്കങ്ങൾ നടക്കുന്നത്. എന്താ വെച്ചാൽ ഈ ചുമട്ട് തൊഴിലാളിയായിട്ടുള്ള ചേട്ടൻ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് വേദനയ്ക്കുള്ള ഒരു മരുന്ന് എന്തോ വാങ്ങി, കൈവേദനയാണെന്ന് പറഞ്ഞു, എന്തെങ്കിലും ഓയിൽ വേണമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ഒരു ഓയിൽ എന്റെ സുഹൃത്ത് അദ്ദേഹത്തിന് കൊടുത്തു. 2-3 ദിവസം ഇത് പുരട്ടിയതിനു ശേഷം അത് കുറവില്ല, എന്റെ വേദന പഴയ പോലെ തന്നെ നിൽക്കുന്നു എന്ന് ഷോപ്പിൽ വന്ന് ഇയാളോട് പറയുന്ന ഒരു സീനാണ് ഞാൻ ആ ഷോപ്പിലേക്ക് ചെന്നപ്പോൾ കാണാനിടയായത്. ഞാനിത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ഈ വേദന പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാതെയുള്ള ചികിത്സകൾ ചെയ്യാറുണ്ട്. നമ്മളെല്ലാവരും ചെയ്യാറുണ്ട്. പലപ്പോഴും അതിന് ഒരുപക്ഷെ ആശുപത്രി പോകാനുള്ള മടിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസ് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ള കാരണങ്ങൾ കൊണ്ടുവരുന്നതാവാം എന്നൊക്കെ ചിന്തിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം ഞാൻ പറയാം ഇതുമായി ബന്ധപ്പെട്ട്. എന്റെ ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരു ദിവസം രാത്രിയിൽ തിരുവനന്തപുരത്ത് നിന്ന് കാർ ഓടിച്ച് അദ്ദേഹം കൊട്ടാരക്കരയ്ക്ക് വരികയാണ്. അങ്ങനെ വന്ന വഴിക്ക് ഒരു 9:30 ആയപ്പോൾ, സാധാരണ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്, യാത്രയിലൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്. ഇങ്ങനെ രാത്രി ഇങ്ങനെ സംസാരിച്ച് കാർ ഓടിച്ച് അദ്ദേഹം വരികയാണ്. വന്നു കഴിഞ്ഞ് ഞാൻ വീട്ടിലുണ്ട്, ആ ഫോണിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതുപോലെ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്റെ വലത്ത് കൈക്ക് നല്ലൊരു വേദനയുണ്ട്, അത് കൈ ഇപ്പം പെട്ടെന്ന് തിരിക്കാനൊന്നും പറ്റില്ല, ഇന്ന് രാവിലെ മുതൽ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എല്ലാ ദിവസവും നീ ഡ്രൈവ് ചെയ്യുന്നതല്ലേ? ഇന്ന് രാവിലെ മുതൽ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം വരെ പോയതാണ്, സാധാരണ എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളാണ്. അങ്ങനെ പെട്ടെന്നൊരു വേദന വരുവാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും, നീ ചെക്ക് ചെയ്ത് നോക്കാം, ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു, അല്ലെ കൊട്ടാരക്കര വന്നിട്ടൊരു ആശുപത്രി കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അവൻ ആ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത്, സാരമില്ല, വീട്ടിൽ പോയി ഒരു തൈലം പുരട്ടി കുളിച്ചാൽ, അല്ലെ പെയിൻ സ്പ്രേ എന്തെങ്കിലും ചെയ്ത് അല്ലത് ഭേദമാവും, സാധാരണ ഇതിന് മുമ്പൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ സംസാരിച്ചു, ഫോൺ വെച്ചു. പിറ്റേ ദിവസം 4 മണിക്ക് അവന്റെ മരണവാർത്ത അറിയിച്ചുകൊണ്ടുള്ള ഫോൺ കോളാണ് എനിക്ക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ അവന്റെ ഫോണിൽ അവസാനമായിട്ട് സംസാരിച്ച ആൾ ഞാനായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലായത് കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു എന്നാണ്. തലേദിവസം രാത്രിയിൽ എന്നോട് സംസാരിച്ചപ്പോൾ ഉണ്ടായ വേദന അതിന്റെ ലക്ഷണമായിരുന്നു. പല രോഗലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്ത് നമ്മൾ അതിനെ പലപ്പോഴും അവഗണിച്ചു പോവുകയാണ് പതിവ്. എന്ന് വെച്ചാൽ നമുക്കതിന്റെ സമയമില്ല, അല്ലെ ഡോക്ടറെ അടുത്തേക്ക് പോകാൻ സമയമില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇത് ഞാൻ ഈ പറഞ്ഞ കഥ എന്റെ ജീവിതത്തിൽ എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, ഒരു ബന്ധുവായിട്ടുള്ള സുഹൃത്തിന് സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പെയിൻ പോലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഒട്ടും നിസ്സാരമായി കാണരുത്. ഇത് ജീവിതത്തിൽ ചിലപ്പോൾ വളരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മളെയും കുടുംബത്തെയും ഒക്കെ കൊണ്ടുപോകാൻ കാരണമായേക്കാം. താങ്ക് യു.